ജന്തർ മന്ദിറിൽ നടന്ന പാറ്റ സമരം മാക്സിമം മുതലെടുക്കാൻ വിവിധ സംഘടനകൾ ശ്രമിച്ചിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ആ സമരത്തെ മുതലെടുക്കുവാനായി ഭീകര സംഘടനകളും ശ്രമിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ജെയ്ഷെ മുഹമ്മദിന്റെ ഒരു മൊഡ്യൂൾ ബംഗാളിലും ജാർഖണ്ഡിലുമായി അറസ്റ്റിലായി. അവരിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിനായി ചുമതലപ്പെടുത്തിയ ഹമീം നേരത്തെ തന്നെ അറസ്റ്റിലായിരുന്നു. ഹമീമിന്റെ കൂട്ടാളിയായ അർപ്പിത സർക്കാർ അവരെ കൂടി ഈ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ജാർഖണ്ഡിലെ സാഹിബ് ഗഞ്ചിൽ നിന്നാണ് ഈ അർപ്പിത സർക്കാരിനെ ഈ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അറസ്റ്റ് ചെയ്തതിനു ശേഷം അവരെ ചോദ്യം ചെയ്തപ്പോൾ പോലീസ് യൂണിഫോമിൽ ഈ സമരം നടക്കുന്നിടത്ത് കടന്നു കയറുകയും അവിടെ സ്ഫോടനം നടത്തി രാഷ്ട്രീയ നേതാക്കളെ ഉൾപ്പെടെ കൊലപ്പെടുത്തുകയുമായിരുന്നു ലക്ഷ്യം എന്നാണ് ഇപ്പോൾ STF-നോട് ഈ സംഘം പറഞ്ഞിരിക്കുന്നത്. ഈ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് STF ഇൻസ്പെക്ടർ ജനറൽ ഗൗരവ് ശർമ്മയാണ് വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. സുവേന്ദു അധികാരി അടക്കമുള്ള നേതാക്കളെ മറ്റിടങ്ങളിൽ വെച്ച് കൊലപ്പെടുത്താനുള്ള ഒരു ഹിറ്റ് ലിസ്റ്റും ജെയ്ഷെ മുഹമ്മദ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനായി തന്നെ ഈ സുവേന്ദു അധികാരിയുടെ യാത്രാ റൂട്ടും പരിപാടികളും മറ്റുമൊക്കെ കൃത്യമായി വിവരങ്ങൾ ശേഖരിക്കാൻ ഹമീമിനായിരുന്നു ചുമതല. ഈ റാക്കറ്റ് കുടുങ്ങിയത് യാദർശികമായിട്ടാണ്. BJP MLA-യുടെ മകനെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെട്ട സംഘത്തിന് അന്വേഷണത്തിനിടയിലാണ് ഈ ഭീകര സംഘടനയിൽപ്പെടുന്ന ഇവരും കൂടി കുടുങ്ങിയിരിക്കുന്നത്. ഏതായാലും പാറ്റകളുടെ സമരം കുറച്ചുകൂടി നീണ്ടുപോയിരുന്നെങ്കിൽ ഒരുപക്ഷെ രാജ്യം തന്നെ ഞെട്ടാവുന്ന സ്ഫോടന പരമ്പരകളിലേക്ക് അത് നീങ്ങുമായിരുന്നു എന്നുള്ളതാണ് ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.